ജമ്മു കശ്മീരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ശ്രീനഗർ, പൂഞ്ച്, രജൌരി മേഖലകളിലായി 26 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുക. BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശ്രീനഗറിലെത്തും. ജിഷ്ണു കൃഷ്ണൻ ശ്രീനഗറിൽ നിന്ന് ചേരുകയാണ്. ഒപ്പം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സഞ്ജയ് കൗശലുമുണ്ട്. ജിഷ്ണു, സ്വാഗതം. നമസ്തേ. കശ്മീരിൽ നിന്ന്, ശ്രീനഗറിൽ നിന്ന്. സഞ്ജയിനോട് ഈ കൂട്ടത്തിൽ തന്നെ ജിഷ്ണു സംസാരിക്കുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണിക്കാൻ പറയണം. ക്യാമറ ഒന്ന് പാൻ ചെയ്തിട്ട്. ഇന്നലത്തെ പോളിംഗ് ശതമാനത്തിൻ്റെ അന്തിമ വിവരം ലഭിച്ചു. വളരെ ആവേശകരമായ സൂചനകളാണ് വൈകിട്ട് 5 മണിക്കും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് ഇനിയുള്ള ഘട്ടത്തിലെ വിവരങ്ങൾ? ജിഷ്ണു. പ്രദീപ്, നമസ്തേ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ ജനപങ്കാളിത്തമായിരുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ജമ്മു കാശ്മീരിൽ കാണാൻ സാധിച്ചത്. 60% മുകളിലേക്ക് പോളിംഗ് ശതമാനം, അതായത് മെച്ചപ്പെട്ട പോളിംഗ് ശതമാനം ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തി. വലിയ ജനപങ്കാളിത്തമാണ് വോട്ടെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിഗമനം. കാരണം ഒരു 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ജനപങ്കാളിത്തം വർദ്ധിക്കുകയും ജനങ്ങൾ വോട്ടെടുപ്പിനോട് അല്ലെങ്കിൽ ബാലറ്റിനോട് പ്രതികരിക്കുന്നു എന്നൊരു പ്രതികരണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരുന്നു. അതിന് സമാനമായ കാഴ്ചയാണ് ഈ പോളിംഗ് ബൂത്തുകളിൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. 24 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തി. ഇനി ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖല അടുത്ത ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ശ്രീനഗറും പൂഞ്ചും രജൌരിയും സെക്ടർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ 26 മണ്ഡലങ്ങൾ അടുത്ത ഘട്ടത്തിൽ, അതായത് ഈ മാസം 25-ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തും. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനിയും രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണം നടക്കുന്നത്. BJPയും ഒപ്പം കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് സഖ്യം, PDP, കൂടാതെ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഗുലാം നബി ആസാദിന്റെ പാർട്ടി, അത്തരത്തിൽ ജമ്മു കാശ്മീരിൽ വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ദേശീയ പാർട്ടികളും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ജമ്മു കാശ്മീരിൽ നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് തവണകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ പൊതുജന പങ്കാളിത്തം കൂടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിലാണ്. തുടക്കത്തിൽ പ്രദീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീനഗറിൽ എവിടെ വെച്ചാലും നമുക്ക് വളരെ ആസ്വാദകമായ ഫ്രെയിം കാണാൻ സാധിക്കും. ഞാനിപ്പോഴുള്ളത് ശ്രീനഗർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില പേരുകളുണ്ട്. ലാൽ ചൗക്ക്, ദാൽ തടാകം. ഞാനിപ്പോഴുള്ളത് ദാൽ തടാകത്തിന് ഏറ്റവും സമീപമാണ്. അവിടെ തടാകത്തിൻ്റെ വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കും. ബോട്ട് സർവീസ് നടത്തുന്ന, ഷിക്കാർ സർവീസ് നടത്തുന്ന വഞ്ചികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സജീവമാകുന്നതേ ഉള്ളൂ. ഒരു തണുപ്പ് കാലത്തിൻ്റെ തുടക്കത്തിലാണ് ശ്രീനഗർ കശ്മീർ മേഖലയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സീസണിൻ്റെ തുടക്കത്തിലേക്ക് കടക്കുന്നു. ഈ രാവിലെ വലിയ രീതിയിൽ ആളുകൾ പുറത്തേക്ക് എത്തുന്നില്ല. വലിയ തണുപ്പ് അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്. ഷിക്കാര സർവീസ് നടത്തുന്നതിനുള്ള ബോട്ടുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൻ്റെ രാഷ്ട്രീയവും നമുക്ക് സംസാരിക്കാം. ജമ്മു കാശ്മീരിൽ ഇനി നടക്കാൻ പോകുന്ന 26 മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നു. അതിൽ BJPയുടെ ഭാഗത്തുനിന്ന് ഇത്തവണ കശ്മീർ മേഖലയിലും വലിയ സ്വാധീനം കൊണ്ടുവരാൻ, സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് സ്വാധീനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജമ്മുവും ഉദ്ധംപൂരിനും അപ്പുറത്തേക്ക് കശ്മീർ മേഖലയിൽ കൂടി ശക്തി തെളിയിക്കുക എന്ന വലിയ ലക്ഷ്യം പാർട്ടിക്കുണ്ട്. ഇത്തവണ കശ്മീർ മേഖലയിലും 18 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഒപ്പം നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യം കഴിഞ്ഞ തവണ 2 പാർട്ടികളും വ്യത്യസ്തമായിട്ടായിരുന്നു മത്സരിച്ചതെങ്കിൽ ഈ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് ഇത്തവണ ഒരു സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. PDP ആകട്ടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. PDPയും നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യവും ഇപ്പോഴും ജമ്മു കാശ്മീരിൽ വന്ന മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിനെ പിറകോട്ട് നയിക്കാൻ ശ്രമിക്കുന്നു എന്ന വലിയ ആരോപണം ഉയർത്തിക്കൊണ്ടും വികസന പദ്ധതികൾ, ജമ്മു കാശ്മീരിൽ നടപ്പാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ, അത് ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ പാതയുടെ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, കൂടാതെ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാമാണ്
BJPയുടെ പ്രധാന പ്രചാരണായുധം. ഒപ്പം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമാകട്ടെ ഈ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരുമെന്ന വലിയ പ്രചാരണം നടത്തിക്കൊണ്ടാണ് കശ്മീരിന്റെ വിവിധ മേഖലകളിൽ പ്രചാരണം നയിക്കുന്നത്. അത്തരത്തിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീരിലുടനീളം നടക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ 26 മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെത്തുന്നുണ്ട്. അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ശ്രീനഗറിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കും. ഒപ്പം കട്രയിലും ജമ്മു സെക്ടറിലെ കട്രയിൽ ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ റാലിയുണ്ട്. അത്തരത്തിൽ ഇന്ന് 2 റാലികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജമ്മു കാശ്മീരിലുള്ളത്. അതിൽ ശ്രീനഗറിലെ റാലിയിൽ എന്ത് പ്രതികരണങ്ങൾ, എന്തെല്ലാം വാദങ്ങൾ, അതോടൊപ്പം എന്തെല്ലാം പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും. കശ്മീരിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ജമ്മു കാശ്മീർ ഒരു തണുപ്പിന്റെ തുടക്കത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂട് വളരെ വലുതാണ്. കാരണം പൊതുജന പങ്കാളിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും വോട്ടെടുപ്പ് നടപടികളും ഉൾപ്പെടെ നടക്കുന്ന ഒരു നീണ്ട പതിറ്റാണ്ടിന് ശേഷമാണ് അത്തരത്തിലുള്ള നടപടികൾ ജമ്മു കാശ്മീരിൽ നടക്കുന്നത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങളും വോട്ടെടുപ്പ് നടപടികളും പുരോഗമിക്കുകയാണ്. പ്രദീപ്. റൈറ്റ് ജിഷ്ണു, വളരെയധികം നന്ദി. 9 മണി മുതലുള്ള ലൈവ് റിപ്പോർട്ടിലും ഹാപ്പനിങ് അവേഴ്സിലും തുടർന്നും ജിഷ്ണുവിൻ്റെയും സഞ്ജയ് കൗശലിൻ്റെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ധാരാളം കശ്മീർ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം.